ദേശീയപാത 17 വികസനത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, BOT പാത ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ജില്ലാ ജനറൽ സെക്രട്ടറി PR സിയാദ് നയിക്കുന്ന പദയാത്രയ്ക്ക് മതിലകം പുന്നക്ക ബസാറിൽ നിന്നും തുടക്കമായി. SDPI ജില്ലാ പ്രസിഡന്റ് യഹ്യ തങ്ങൾ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് BK ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KM ഇക്ബാൽ, PDP ജില്ലാ സെക്രട്ടറി സലിം മൗലവി, സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി അനസ് എറിയാട്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി PS ഷിഹാബുദ്ദീൻ, പാലിയേക്കര സമരസമിതി കൺവീനർ PJ മോൻസി, സിദ്ദിഖ് എടത്തിരുത്തി എന്നിവർ സംസാരിച്ചു. പദയാത്ര വ്യാഴാഴ്ച അണ്ടത്തോട് സമാപിക്കും. ഈ രാജ്യത്തിലെ സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ കലാകാരന്മാരും മാഫിയകളും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരുതരം മാഫിയ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയ ഭരണത്തിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ഭൂമി, നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട്, നമ്മുടെ കടകൾ, നമ്മുടെ പാതയോരങ്ങൾ ഈ BOT കമ്പനികൾക്ക്, കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. തളിക്കുളത്ത് കാറിടിച്ച് വൃദ്ധൻ മരിച്ചു. തളിക്കുളം കൊപ്രക്കളം സ്വദേശി അണ്ടേഴത്ത് വീട്ടിൽ വത്സനാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ മലപ്പുറത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന മാരുതി കാറാണ് ഇയാളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഉടൻ തന്നെ ഇയാളെ നാട്ടുകാർ എങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിച്ചിട്ട കാർ നിർത്താതെ പോയതിനെ തുടർന്ന് മതിലകം പോലീസ് പിടികൂടി വലപ്പാട് സ്റ്റേഷനിൽ എത്തിച്ചു. ദേശീയപാത 17 ചെന്ത്രാപ്പിന്നി 17ാം കല്ലിന് വടക്ക് ഭാഗത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. കയ്പമംഗലം സ്വദേശികളായ കോതങ്ങത്ത് അജയൻ ഭാര്യ സരിത, കോതങ്ങത്ത് രാമകൃഷ്ണൻ ഭാര്യ ശാന്ത, കോതങ്ങത്ത് ഷാജിയുടെ ഭാര്യ അജിത, അപ്പു നിവാസിൽ രാജൻ, ചാമക്കാല പുതിയ വീട്ടിൽ കുഞ്ഞിമുഹമ്മദ് മകൻ ഷംസുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാരും എക്സ് പ്രവർത്തകരും ചേർന്ന് ചെന്ത്രാപ്പിന്നി അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന 2 കാറുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല സ്കൂൾ എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇവിടെയാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് പരീക്ഷ കഴിയുമ്പോൾ എല്ലാവർക്കും 100% വിജയം SSLCക്ക് കിട്ടുന്നു. അതുപോലെ ഹയർ സെക്കൻഡറിയിലും വളരെ നല്ല വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രത്യേകിച്ച് SSLC വരെ സാധാരണക്കാരുടെ മക്കളാണ് ഇവിടെ. PTA പ്രസിഡന്റ് PS അശോകൻ അധ്യക്ഷനായി. വാർഡംഗം ബഷീർ കക്കാട്ടുതറ, താന്യം ജോർജ്, VM അബൂബക്കർ, പ്രിൻസിപ്പാൾ ചന്ദ്രപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ അദാലത്ത് സംഘടിപ്പിച്ചു. ശുചിത്വം, ആരോഗ്യം എന്നീ മേഖലകളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പഞ്ചായത്തിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. മഴ തുടങ്ങി, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തു കൂടായികയില്ല എന്നില്ല. അപ്പോൾ അതിനാൽ നമ്മൾ ഓരോ വാർഡുകൾക്ക് സാനിറ്റേഷൻ ഫണ്ടായിട്ട് 25,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാത് വാർഡിലെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പൈസ ഓരോ വാർഡ് വെച്ച് പഞ്ചായത്തിനും കൊടുത്തിട്ടുള്ളത്.
അതിൽ ഓരോ വാർഡിലെയും ആശ, അംഗൻവാടി വർക്കേഴ്സും വാർഡ് മെമ്പേഴ്സും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അതാത് വാർഡിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അതിന് ഒരു പ്രതിരോധം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിനെ നീക്കലാക്കാൻ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. ജനപ്രതിനിധികളായ സജു ഹരിദാസ്, PM അബ്ദുൾ ജബ്ബാർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ഷീബ പ്രമോദ്, ജീജ രാധാകൃഷ്ണൻ, സിന്ധു സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും സ്വകാര്യ ഏജൻസികൾ മുഖേനയും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി ജൂൺ 23 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ കയ്പമംഗലം MIC-യിൽ ഹജ്ജ് പഠന ക്യാമ്പ് നടത്തപ്പെടുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഗൈഡ് വിതരണവും ഹജ്ജ് ട്രെയിനർമാർക്കുള്ള പഠന ക്ലാസും ക്യാമ്പിൽ വെച്ച് നിർവഹിക്കും. ദേശീയ ശ്രദ്ധയാകർഷിച്ച പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിന്റെ മുഖ്യ പരിശീലകനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പഠന ക്ലാസിന് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. ആല ഗോത്തുരുത്ത് പാലം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം നടത്തുന്ന വികസന സമിതി ജനറൽ കൺവീനർ ബിജു ഇറ്റിത്തറയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ശക്തമായ മഴയിൽ കയ്പമംഗലത്ത് 100-ലധികം വീടുകൾ വെള്ളത്തിൽ, 80ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI നടത്തുന്ന NH-17 പദയാത്രയ്ക്ക് പുന്നക്ക ബസാറിൽ നിന്നും തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.